ഹായ് എവ്രി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. നമ്മൾ പുതിയൊരു വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, നമ്മുടെ CMA ഇൻ്റർ ഡിസംബർ 2024 എക്സാംസ് എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് എല്ലാ സബ്ജക്റ്റിനും 60+ മാർക്ക് ഷുവർ ചെയ്യുന്ന വീഡിയോസാണ് ചെയ്യുന്നത്. ഇനി 8 വീഡിയോസ്, ഇനി റിമൈനിങ് ആയിട്ട് 6 വീഡിയോസ് ഉണ്ട്, അത് ഞാൻ ചെയ്യും. ഒരെണ്ണം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ഇതിന് തൊട്ട് മുമ്പ് എങ്ങനെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ട സ്ട്രാറ്റജി എന്നുള്ളൊരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് പറയുന്നത് നമ്മൾക്ക് എങ്ങനെ 60+ മാർക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ സ്കോർ ചെയ്യാം ഫോർ ഡിസംബർ CMA ഇൻ്റർ എക്സാംസ്. ഓക്കെ, അപ്പോൾ 2024 എക്സാംസ് നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നന്നായിട്ട് സെറ്റായിട്ട് എഴുതാം. ഓക്കെ, എങ്ങനെയാണെന്നുള്ളതിൻ്റെ സ്ട്രാറ്റജിയാണ് പറയുന്നത്. ടോപ്പിക്സ് സെലക്ട് ഞാൻ പറഞ്ഞു, 100% ടോപ്പിക്സ് നമ്മൾ എടുത്ത് വെച്ചാൽ നമുക്ക് തീരത്തില്ല, ടൈം അത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു 75 to 80 ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എക്സാംസ് നന്നായിട്ട് എഴുതാൻ പറ്റുമെന്നും നമുക്ക് കവർ ചെയ്ത് തീർക്കാനും റിവിഷൻ ചെയ്യാനും ഒക്കെ, ഒന്ന് റിവിഷൻ പോലും അല്ലെങ്കിലും ജസ്റ്റ് ഒന്ന് റീഡ് ഔട്ട് ചെയ്യണമെങ്കിൽ പോലും നമുക്ക് അത്രയാണെങ്കിലേ പറ്റൂ എന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇതിനകത്ത് ടോപ്പിക്സ് സെലക്ഷൻ പറയുന്നത്. കുറച്ചൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് വെയിറ്റേജ് ഒക്കെ നോക്കി കഴിഞ്ഞ അറ്റംപ്റ്റിലെ 3 ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തിട്ടാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളിതിന് താഴെ ഒരു കമൻറ്റ് ലീവ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ വീഡിയോ എന്നുള്ളത് നമുക്ക് പറയാം. അപ്പോൾ നമ്മളിന്ന് ഫോക്കസ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലേക്കാണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമുക്ക് എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ ചെയ്യണം, എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം 100 മാർക്സാണ് നമ്മുടെ ഓരോ പേപ്പർ എന്ന് പറയുന്നത്. നമ്മൾ ഇതിൽ ടാർഗറ്റ് ചെയ്യുന്നത് 60+ മാർക്സാണ്. 60 മാർക്സ് എന്തായാലും നമുക്ക് വേണം, പ്ലസ് എത്ര ആയാലും നമ്മൾ ഓക്കെയാണ് അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് നമ്മൾ അക്കൗണ്ടിങ് ഫണ്ടമെൻ്റൽസ് എന്ന് പറയുന്ന ചാപ്റ്റർ, അതായത് ദ ബേസിക് ചാപ്റ്റർ, ഫസ്റ്റ് ചാപ്റ്ററാണ്. ആ ചാപ്റ്റർ പഠിക്കുക, കാരണം അതിനകത്താണ് ബേസിക്സ് ഒക്കെ പറയുന്നത്. ജേണൽ എൻട്രീസ് ആയാലും, ലെഡ്ജർ ആയാലും, ക്യാഷ് ബുക്സ് ആയാലും, പിന്നെ നമ്മുടെ റെക്ടിഫിക്കേഷൻസ് ആയാലും, അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് ആയാലും എല്ലാം അതിനകത്താണ് പറയുന്നത്. ബേസിക്കാണ് ആ ചാപ്റ്റർ. ആ ചാപ്റ്റർ ആരും സ്കിപ്പ് ചെയ്യരുത്. അത് എക്സാംസിന് നമുക്ക് വലിയ വെയിറ്റേജ് ഇല്ലെങ്കിൽ പോലും 10 മാർക്സിനൊക്കെ അതിന് എന്തായാലും വരാറുണ്ട്. നമ്മൾ വെയിറ്റേജ് നോക്കണ്ട, ആ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നതിന്, ഞാൻ പഠിക്കാൻ പറഞ്ഞതിൻ്റെ മെയിൻ ഉദ്ദേശം നമ്മൾ CMA പഠിക്കുന്നവരാണ്. നമ്മൾ ഈ മാർക്ക് മാത്രം നോക്കി നമ്മൾ എക്സാമിന് പഠിച്ചുകൊണ്ട് പോയി നമ്മൾ എക്സാം പാസ്സായി കഴിഞ്ഞ് നമ്മളൊരിടത്ത് കയറുമ്പോൾ ജേണൽ എൻട്രീസിനെ പറ്റി ചോദിക്കുമ്പോഴോ, ലെഡ്ജറിനെ പറ്റി ചോദിക്കുമ്പോഴോ, ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റി ചോദിക്കുമ്പോഴോ, അല്ലെങ്കിൽ ക്യാഷ് ബുക്കിനെ പറ്റി ചോദിക്കുമ്പോഴോ, ഒരു അഡ്ജസ്റ്റിംഗ് എൻട്രി ഇടാൻ പറയുമ്പോഴോ നമ്മൾ സ്റ്റക്ക് ആവരുത്. കാരണം അപ്പം നമ്മൾ പറയരുത് നമുക്കറിയില്ല, ഞാൻ ആ ടോപ്പിക്ക് സ്കിപ്പ് ചെയ്തായിരുന്നു എന്ന് പറയേണ്ട അവസ്ഥ നമുക്ക് വരരുത്. അപ്പോൾ അതുകൊണ്ടാണ് വെയിറ്റേജ് വലിയ രീതിക്ക് ഇല്ലെങ്കിൽ പോലും ഈ ഒരു ചാപ്റ്റർ ഞാൻ ഇതിനകത്ത് മെയിൻ എടുത്ത് പറയാൻ കാരണം, നമ്മൾ ഇവിടെ ഈ ഒരു കാര്യത്തിൽ മാത്രം, ഈ ഒരു ചാപ്റ്ററിൻ്റെ കാര്യത്തിൽ മാത്രം നിങ്ങൾ വെയിറ്റേജ് നോക്കണ്ട. ഫോർ ബേസിക് ഇൻഫർമേഷൻ നമ്മളിത് പഠിക്കുക. ഇത് നമുക്ക് വരും, 10 മാർക്സ് അടുപ്പിച്ച് വരാറുണ്ട്. ഞാൻ പറഞ്ഞതാണ്, ഈ ഒരു ചാപ്റ്റർ ആരും സ്കിപ്പ് ചെയ്യാതിരിക്കുക. കാരണം ഏതൊരു ചാപ്റ്ററിനേക്കാളും നമ്മൾ ബേസിക്സ് ക്ലിയർ ചെയ്തിരിക്കണം. അത് അക്കൗണ്ട്സിനെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഈ ചാപ്റ്റർ എടുത്തത്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ നിങ്ങൾ എന്തായാലും നോക്കുക. ഈ 10 മാർക്സ് എന്തായാലും നമുക്ക് ഇതിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. പല കുഞ്ഞു ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വരുന്നത്. 10 മാർക്സ് എന്തായാലും ഉണ്ടാവും. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് അക്കൗണ്ടിങ് ഫോർ സ്പെഷ്യൽ ട്രാൻസാക്ഷൻസ് എന്നതാണ്. അതിനകത്ത് 3 എണ്ണം ഉണ്ട്, 3 സബ് ഡിവിഷൻസ് ഉണ്ട്. ബിൽ ഓഫ് എക്സ്ചേഞ്ച്, കൺസൈൻമെൻറ്റ്, ജോയിൻറ്റ് വെഞ്ചർ, 3 എണ്ണം ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ ജോയിൻറ്റ് വെഞ്ചർ പറയാത്തതിൻ്റെ റീസൺ, ജോയിൻറ്റ് വെഞ്ചർ ഒരുപാട് പേർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് കണ്ടിട്ടുണ്ട്. അത് എളുപ്പമുള്ളവരുണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു സ്ട്രാറ്റജിക്കകത്ത് ജോയിൻറ്റ് വെഞ്ചർ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഒരുപാട് പേരോട് ഞാൻ ചോദിച്ചു, പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ജോയിൻറ്റ് വെഞ്ചർ എങ്ങനെയാണെന്ന്. അപ്പോൾ ഒരു പബ്ലിക് ഒരു റിവ്യൂ എടുത്തതിന് ശേഷമാണ് ജോയിൻറ്റ് വെഞ്ചർ സ്കിപ്പ് ചെയ്തത്. 1-2 പേര് ഓക്കെ പറഞ്ഞു, ബാക്കി കുറച്ച് പേര് പാടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ജനറലായിട്ട് നമ്മളിതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇടുന്നതല്ലേ, എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ജോയിൻറ്റ് വെഞ്ചർ കൂടി പഠിച്ചോളൂ, ഇല്ലെങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ചും കൺസൈൻമെൻറ്റും നോക്കുക. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്രാഞ്ച് അക്കൗണ്ട്സ്, അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് അക്കൗണ്ട്സ്, രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ രണ്ടും കൂടി ഒരുമിച്ച് വരില്ല, ഏതെങ്കിലും ഒരെണ്ണം. ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിൽ നിന്ന് വന്നാൽ അത്, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ടിങ്, അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഏതെങ്കിലും ഒന്നില്ല, പക്ഷേ നമ്മൾ ഏതാണ് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ആ 2 ടോപ്പിക്സും പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. പിന്നെ ഇൻഷുറൻസ് എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ്. നമുക്ക് ലോസ് ഓഫ് സ്റ്റോക്കും ലോസ് ഓഫ് പ്രോഫിറ്റും 2 നമുക്ക് ഉണ്ട്. അപ്പോൾ അതിന് രണ്ടിനും സ്റ്റെപ്സ് ഉണ്ട്. അതായത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു സ്റ്റെപ്പ് ബേസിക്കായിട്ട്. ഇൻഷുറൻസ് നമ്മൾ ഈ ടെക്സ്റ്റിലൊക്കെ നോക്കിയിട്ട് ഭയങ്കര ടഫായിട്ട് ഇൻഷുറൻസ് പഠിക്കാതെ പോകുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്.
പക്ഷേ ഇൻഷുറൻസ് എന്നെ സംബന്ധിച്ച് ഭയങ്കര എളുപ്പമാണ്. കാരണം അതിന് ഞാൻ പഠിച്ച സമയത്ത് എനിക്കതിന് 2 സ്റ്റെപ്പ് കിട്ടി. അതായത് 2 മെത്തേഡ്സിലും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള സ്റ്റെപ്പ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുകയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരാം എങ്ങനെയാണ് അതിൻ്റെ സ്റ്റെപ്പ് എന്നുള്ളത്. ആ സ്റ്റെപ്പ് നമ്മൾ പഠിച്ചു വെച്ചാൽ പോലും നമുക്ക് എക്സാംസ് എഴുതാനും മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. അത് പഠിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് കൂടി ചെയ്താൽ നല്ല എളുപ്പമാണ്. ഇൻഷുറൻസ് നല്ല എളുപ്പമാണ്. പലരും സ്കിപ്പ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇൻഷുറൻസ് എളുപ്പമാണെന്ന് പറഞ്ഞ് ഞാനിത് ഇടാൻ കാരണം. നിങ്ങൾക്ക് അത് എളുപ്പമാവും. നിങ്ങൾക്ക് ആ സ്റ്റെപ്സ് അറിയണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത പഠിക്കേണ്ടത് ഹയർ പർച്ചേസ് ആൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് സെയിൽ ട്രാൻസാക്ഷൻ. എളുപ്പം ചാപ്റ്ററാണ്, പെട്ടെന്ന് തീരും. അത് പഠിക്കുക, അതിനും സ്കിപ്പ് ചെയ്യരുത്. കാരണം അതൊക്കെ എല്ലാ അറ്റംപ്റ്റിലും ഇൻഷുറൻസ് ഉണ്ടാവാറുണ്ട്. എല്ലാ അറ്റംപ്റ്റിലും ഹയർ പർച്ചേസ് ആൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് സെയിൽ ഉണ്ടാവാറുണ്ട്. പിന്നെ ബ്രാഞ്ച് അക്കൗണ്ട്സ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ് അതിൽ ഏതെങ്കിലും ഒന്നുണ്ടാവാറുണ്ട്. പിന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എല്ലാ അറ്റംപ്റ്റിലും ഉണ്ടാവും. എല്ലാ അറ്റംപ്റ്റിലും, ഒരു അറ്റംപ്റ്റിലും സ്കിപ്പ് ആവില്ല. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അക്കൗണ്ടിങ് ചെയ്യുന്നവർ അറിഞ്ഞിരിക്കേണ്ട ബേസിക് റൂൾസ് ആണല്ലോ, അതെല്ലാത്തിലും ഉണ്ട്. അപ്പോൾ നമുക്ക് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് AS 1, 10, 11, 12, 16, 22 അങ്ങനെ നമുക്ക് മൊത്തം ഒരു 6 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സാണ് ഉള്ളത്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറൗണ്ട് ഒരു 12 to 15 മാർക്സ് കിട്ടും. ഒരു അറ്റംപ്റ്റിൽ 15 മാർക്സിന് ഉണ്ടായിരുന്നു, ഒരു അറ്റംപ്റ്റിൽ 12 മാർക്സിന് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടത്. അപ്പോൾ 12 to 15 മാർക്സ് എന്തായാലും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും. പിന്നെ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷൻസ് ഉണ്ട്, അതുപോലെ NPO ഉണ്ട്, അതുപോലെ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ഉണ്ട്. അപ്പോൾ കുറേ ആൾക്കാരെ സംബന്ധിച്ച് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അവർക്ക് ഫൈനലായിട്ട് ചെയ്യുന്ന സമയത്ത് ബാലൻസ് ഷീറ്റ് ടാലി ആവാറില്ല. അങ്ങനെ കുറേ ഇഷ്യൂസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കണ്ട. നമുക്ക് ഫുൾ മാർക്സ് കിട്ടിയില്ലെങ്കിൽ പോലും നമ്മളൊരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് നമുക്കറിയുന്ന കാര്യങ്ങൾ അവിടെ എക്സ്പ്രസ് ചെയ്ത് നമ്മൾ ആ ഇത് എഴുതുമ്പോൾ ചിലപ്പോൾ പകുതി വരെ ശരിയാണെങ്കിൽ അതുവരെയുള്ള മാർക്ക് നമുക്ക് കിട്ടും. അല്ലാതെ ഫൈനൽ ആൻസർ എഴുതി കംപ്ലീറ്റ് ആയി കറക്റ്റ് ആയാലേ മാർക്ക് കിട്ടൂ എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. നമ്മൾ എഴുതുന്ന സ്റ്റെപ്സ് ചിലപ്പോൾ നമ്മൾ എഴുതി വന്ന പകുതി സ്റ്റെപ്സ് ഓക്കെ ആയിരിക്കും, അതിന് ശേഷമായിരിക്കും നമുക്ക് ചിലപ്പോൾ മിസ്റ്റേക്ക് പറ്റിയത്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിങ്ങൾ എനിക്കത് ഫുൾ ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞ് മാറ്റി വെക്കേണ്ട. ഞാൻ പറഞ്ഞത് ഈ 3 ഓർഗനൈസേഷൻസിൻ്റെയും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നിങ്ങൾ പഠിക്കുക. ഈ 3 എണ്ണത്തിൻ്റെയും പഠിക്കുക എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ടൈം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, ടൈം കിട്ടിയില്ലെങ്കിൽ മാത്രമാണ് എടുത്ത് ചെയ്ത് കളയരുത്. ടൈം കിട്ടിയില്ലെങ്കിൽ മാത്രം നിങ്ങൾ കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷൻ്റെ 3 ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യുക. അതായത് 3 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, 3 രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് അത് 3ഉം പഠിക്കുക. അതുപോലെ എല്ലാത്തിൻ്റെയും NPOയുടെയും നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെയും ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിൻ്റെയും 3 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചൂസ് ചെയ്തിട്ട് അത് പഠിക്കുക. അതും ചൂസ് ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിയിട്ടാണ്. അതെന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരാം. ആ 3 ക്വസ്റ്റ്യൻ വീതം ഈ 3 ചാപ്റ്ററിലും പഠിച്ച് ആ 9 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം ബാക്കി പഠിക്കുക. അപ്പോൾ ഞാൻ അങ്ങനെ പറയാൻ റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് ഇതുപോലെ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കും ഇതുപോലെ ടൈമിൻ്റെ ഒരു ഇഷ്യൂ വന്നപ്പോൾ ഞാൻ ഇതുപോലെ ആ 3 ക്വസ്റ്റ്യൻ മാത്രമാണ് നോക്കിയിട്ട് പോയത്. അപ്പോൾ പക്ഷേ എനിക്ക് എക്സാമിന് നന്നായിട്ട് എഴുതാൻ പറ്റി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഓപ്ഷൻ പറഞ്ഞത്. അതൊരു ഓപ്ഷണൽ വേ ആണ്, നിങ്ങൾക്ക് ടൈം കിട്ടിയില്ലെങ്കിൽ മാത്രം. ഓക്കെ. അപ്പോൾ ഈ ഒരു 7 ചാപ്റ്റേഴ്സ് നിങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 60+ മാർക്സ് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് നമുക്ക് ലോ പോലെയോ അല്ലെങ്കിൽ ഇപ്പം തിയറി പേപ്പേഴ്സ് പോലെയോ നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. നമ്മൾ എഴുതുന്ന പോയിൻറ്റ്സ് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് അവിടെ മാർക്ക് കിട്ടും. ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുതുന്നതിൽ തെറ്റുണ്ടോ, നമ്മൾ എഴുതി കറക്റ്റാണോ അല്ലയോ എന്ന് നമുക്ക് എക്സാം കഴിയുമ്പോഴേ മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ഫൈനൽ ആൻസർ അറിയില്ലല്ലോ. അപ്പം അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ എങ്ങനെ ആയാൽ പോലും നമുക്കൊരു 80 മാർക്ക് ഇത്രയും പഠിക്കുകയാണെങ്കിൽ അക്കൗണ്ടിങ് ഫണ്ടമെൻറ്റൽസ്, അക്കൗണ്ടിങ് ഫോർ സ്പെഷ്യൽ ട്രാൻസാക്ഷൻസിലെ ബിൽ ഓഫ് എക്സ്ചേഞ്ചും കൺസൈൻമെൻറ്റും, ബ്രാഞ്ച് അക്കൗണ്ട്സ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ട്സ്, ഇൻഷുറൻസ്, ഹയർ പർച്ചേസ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ 6 എണ്ണം ഉണ്ട്. അതുപോലെ നമ്മുടെ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽസിൽ 3 എണ്ണം ഉണ്ട്. അപ്പോൾ ഇത് ഇത്രയും അത്യാവശ്യം പഠിക്കുകയാണെങ്കിൽ നമുക്ക് അറൗണ്ട് ഒരു 70 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് അവൈലബിൾ ആണ്. അത് നമ്മൾ എഴുതി എടുക്കുന്നത് പോലെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. 70 to 80 മാർക്സ് നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ അവൈലബിൾ ആണ്. അത് നമ്മൾ എഴുതി കറക്റ്റ് ആവുന്നതനുസരിച്ച് വരും. ഞാനൊരു 60 മാർക്ക് ടാർഗറ്റാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്നവരിൽ നിങ്ങൾ പറയുന്നത് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റുന്നവർ സമയം ഉണ്ടെങ്കിൽ അത് ഫുള്ള് ചെയ്യുക. കാരണം ബോത്ത് ഗ്രൂപ്പിനെ സംബന്ധിച്ച് ടൈം കുറവാണ്, സിംഗിൾ ഗ്രൂപ്പിനെ സംബന്ധിച്ച് ടൈം നന്നായിട്ടുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യുക, എന്തായാലും ചെയ്തിരിക്കുക, അവർ നിർബന്ധം ചെയ്തിരിക്കുക എങ്കിൽ മാത്രമാണ്. കാരണം നമ്മൾ ബോത്ത് ഗ്രൂപ്പിനെ സംബന്ധിച്ച് ടൈം ഒരു ഗ്രൂപ്പും കൂടി ഉണ്ട്, 4 സബ്ജക്ട്സും കൂടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കൺസ്ട്രെയിൻറ്റ് വരുന്നത് കൊണ്ട് മാത്രം പറഞ്ഞൊരു ഓപ്ഷനാണ്. അല്ലാതെ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. കാരണം നമ്മൾ മൊത്തം ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് എന്തായാലും കിട്ടും. നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ പെട്ടെന്ന് എക്സാം അപ്രോച്ച് ചെയ്യാൻ പറ്റും മൊത്തം പഠിക്കുകയാണെങ്കിൽ.
അപ്പോൾ ഇത്രയാണ് ശരിക്കും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ടാർഗറ്റ് ചെയ്ത ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഇതിൽ കുറച്ചൊക്കെ ഞാൻ പാർട്ട്ണർഷിപ്പൊക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. പാർട്ട്ണർഷിപ്പ് സ്കിപ്പ് ചെയ്യാൻ കാരണം പാർട്ട്ണർഷിപ്പ് കുറച്ച് ലെങ്തിയാണ്, കുറച്ച് വലുതാണ്, പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പവുമാണ്. അപ്പം പഠിക്കാൻ കുറച്ച് ടൈം എടുക്കും. പാർട്ട്ണർഷിപ്പ് ഇതുവരെ നമ്മൾ ബേസിക് എന്നാണല്ലോ തുടങ്ങുന്നത്. അപ്പോൾ ഇനി പാർട്ട്ണർഷിപ്പ് നോക്കുമ്പോൾ പാർട്ട്ണർഷിപ്പ് എങ്ങനെ പോലെ ഒരു 2 ഡേ ഫുള്ള് നമ്മൾ പാർട്ട്ണർഷിപ്പിന് ഇരുന്നാൽ മാത്രമേ പാർട്ട്ണർഷിപ്പ് തീരൂ. അപ്പോൾ അങ്ങനെ ഇടാൻ നമുക്ക് ഡേയ്സ് ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് പാർട്ട്ണർഷിപ്പ് സ്കിപ്പ് ചെയ്തത്. ഇൻ കേസ് പാർട്ട്ണർഷിപ്പ് മുന്നേ ചെയ്ത് അറിയാം അങ്ങനെയുള്ളവരാണെങ്കിൽ അവരത് ഫോക്കസ് ചെയ്തോളൂ, അതിനൊരു പ്രശ്നമില്ല. ഫിനാൻഷ്യൽസ് വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് പാർട്ട്ണർഷിപ്പ് കയറ്റിക്കോളൂ, അത് നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച്. പാർട്ട്ണർഷിപ്പ് എല്ലാ അറ്റംപ്റ്റിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും, അതുപോലെ ഫിനാൻഷ്യൽസും എല്ലാ അറ്റംപ്റ്റിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും. സോ അതുകൊണ്ട് ഫിനാൻഷ്യൽസ് അറിയില്ല, പാർട്ട്ണർഷിപ്പ് അറിയുന്നവരാണെങ്കിൽ ഇതൊന്ന് സ്കിപ്പ് ചെയ്ത് അത് കയറ്റിക്കോളൂ. അല്ലാതുള്ളവർ ഫിനാൻഷ്യൽസ് തന്നെ ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഈ 3 ചാപ്റ്റേഴ്സ് നന്നായിട്ട് നോക്കുക. ഇതിനകത്ത് ഞാൻ പറഞ്ഞ ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽസിൻ്റെ ആ ഒരു 3 ക്വസ്റ്റ്യൻ വീതം 3 ചാപ്റ്റേഴ്സിൽ ഒന്ന് സെലക്ട് ചെയ്ത് പഠിക്കാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ബേസിക് ഐഡിയ വേണം എന്താണ് ആ ചാപ്റ്റർ, അതിന് വേണ്ടിയാണ് 3 ക്വസ്റ്റ്യൻ ചെയ്യാൻ പറഞ്ഞത്. ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നമുക്ക് 12 to 15 മാർക്സ് കിട്ടും. അതുപോലെ എല്ലാത്തിനും നമുക്കതിന് കിട്ടും. ഇൻഷുറൻസ് ആരും സ്കിപ്പ് ചെയ്യരുത്. ഇൻഷുറൻസ് നല്ല എളുപ്പമുള്ള ചാപ്റ്ററാണ്, എല്ലാ അറ്റംപ്റ്റിലും ഒരു ക്വസ്റ്റ്യൻ വരാറുമുണ്ട്. അപ്പോൾ അതിന് സ്റ്റെപ്സ് ഉണ്ട്, 2 ഇതിലും സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് എന്താണെന്നുള്ളത് ഇപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങളത് എന്ത് ചെയ്യുക, ഒന്ന് പേഴ്സണലി മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ആ നോട്ടുണ്ട്, ആ നോട്ട് ഷെയർ ചെയ്ത് തരാം. പിന്നെ അതുപോലെ ഹയർ പർച്ചേസും എളുപ്പമാണ്, അപ്പോൾ അതും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ഇത്രയാണ് ശരിക്കും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഒരു 60+ മാർക്ക് സ്കോർ ചെയ്യാനുള്ള ടെക്നിക്സ് എന്ന് പറയുന്നത്. ഞാനിത് ചുമ്മാ ഉണ്ടാക്കിയ ഒരു വീഡിയോ അല്ല. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് 3 അറ്റംപ്റ്റിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കി എങ്ങനെയാണ് വെയിറ്റേജ് എന്നുള്ളത് നോക്കിയിട്ടാണ് എടുത്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓപ്ഷനായിട്ട് പാർട്ട്ണർഷിപ്പ് പറഞ്ഞത്. പാർട്ട്ണർഷിപ്പ് അറിയുന്നവരുണ്ടാവും, അങ്ങനെയാണെങ്കിൽ ഫിനാൻഷ്യൽസ് ഒന്ന് ബാക്ക് ആക്കിയിട്ട് പാർട്ട്ണർഷിപ്പ് ആ പ്ലേസിൽ റീപ്ലേസ് ചെയ്യൂ, അങ്ങനെ ചെയ്യും. ഓക്കെ, അപ്പം പാർട്ട്ണർഷിപ്പ് പൊതുവിൽ എനിക്കും പാടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പാർട്ട്ണർഷിപ്പ് കൂടുതൽ നോക്കാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. കാരണം അത് ചിലർക്ക് അങ്ങനെയാണല്ലോ, പാർട്ട്ണർഷിപ്പ് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. ഓക്കെ, നമുക്ക് ടൈം കുറവാണ്, നമുക്ക് ആവശ്യമാണ് ഇതൊക്കെ. അപ്പോൾ ഇതെല്ലാം നമുക്ക് കംപ്ലീറ്റ് പഠിക്കാനാണ് നമുക്ക് ഈ സിലബസ് എല്ലാം തന്നേക്കുന്നത്. പക്ഷേ നമ്മളിപ്പോഴത്തെ ടാർഗറ്റ് എക്സാം ചെയ്യുക എന്നുള്ളതാണ്. എങ്കിൽ പോലും ഫണ്ടമെൻ്റൽസ് എന്ന ചാപ്റ്റർ നിങ്ങൾ ഒഴിവാക്കരുത്. നമ്മൾ എക്സാം പാസ്സായി നമ്മളൊരു സ്ഥലത്ത് ആർട്ടിക്കിൾഷിപ്പിനോ അല്ലെങ്കിൽ ജോബിനോ എന്തിനായിക്കോട്ടെ കയറുന്ന സമയത്ത് അക്കൗണ്ടിങ് ഒരു എൻട്രി പറയുമ്പോഴോ ഒരു ലെഡ്ജറിൽ പോസ്റ്റിങ്ങിനോ ക്യാഷ് ബുക്കിൽ ഒരു തരത്തിലുള്ള ഒരു ഇത് നമുക്ക് അപ്പം ഉണ്ടാവരുത്. എനിക്കത് അറിയില്ല, ഞാനത് പഠിച്ചില്ല എന്ന് പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇത് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്രയും നന്നായിട്ട് പഠിക്കുക. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ 12 hours പഠിക്കുക. എഫക്റ്റീവ് സ്റ്റഡി ആയിരിക്കണം, സ്മാർട്ട് സ്റ്റഡി ആയിരിക്കണം. നമ്മൾ ഭയങ്കര ഹാർഡായിട്ട് ഫീൽ ചെയ്തിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അത് മുന്നോട്ട് നീങ്ങില്ല. പിന്നെ നിങ്ങൾ തൊട്ട് മുന്നേ ഉള്ള ബിസിനസ് ലോസ് ആൻഡ് എത്തിക്സിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണുക. അതിനകത്തും ടോപ്പിക്സ് എങ്ങനെ സെലക്ട് ചെയ്യണം എന്നുള്ള 2 മെത്തേഡ്സ് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തൊട്ട് മുന്നേ സ്ട്രാറ്റജി എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു 24 days ആണ് നമുക്കുള്ളത്. അപ്പോൾ അതിനിടയിൽ നിങ്ങളിങ്ങനെ കൺഫ്യൂഷൻ ആവണ്ട, ഏതൊക്കെ എടുക്കണം എന്നുള്ളത് കൺഫ്യൂഷൻ ആവണ്ടെന്ന് വെച്ചിട്ടാണ് ടോപ്പിക്സ് സെലക്ട് ചെയ്യാനായിട്ട് വീഡിയോ ഞാൻ ഇതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളിത് കാണുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇതിന് താഴെ ഒരു കമൻറ്റ് ലീവ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് എക്സാം എഴുതാൻ പോകുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ക്വറീസ് ഉണ്ടെങ്കിലും നിങ്ങൾ എന്നോട് വന്ന് പേഴ്സണലി എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. എന്തുണ്ടെങ്കിലും എൻ്റെ നമ്പർ എന്ന് പറയുന്നത് ഇതാണ്. ഈ നമ്പറിൽ നിങ്ങളെനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ റിപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ബുക്സിനെ പറ്റിയിട്ടോ, ഞാൻ പഠിക്കുന്ന ബുക്ക് എന്ന് പറയുന്നത് ടാക്സ്മാൻ ക്രാക്കർ എന്ന ബുക്കാണ്. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ അത് ഞാൻ അയച്ചു തരാം. അപ്പോൾ നിങ്ങൾ എന്തുണ്ടെങ്കിലും ഈ ടോപ്പിക്സിനെ പറ്റി എന്ത് പഠിക്കണം, ഇതിൽ എന്തൊക്കെ എടുക്കണം, അങ്ങനെ അല്ലെങ്കിൽ ഇതിൽ എന്തുണ്ടെങ്കിലും എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അറിയാത്ത പോർഷൻ ഉണ്ടെങ്കിലോ ഒക്കെ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ മതി, പറഞ്ഞുതരാം. പിന്നെ ബുക്സിനെ പറ്റി അറിയണമെങ്കിലോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ പറ്റിയിട്ട് ഇതുണ്ടെങ്കിലോ എന്തെങ്കിലും ടെൻഷൻ പഠിക്കുന്നതായിട്ട് എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ആസ് എ ഫ്രണ്ട് ഞാനും നിങ്ങളെപ്പോലെ തന്നെയാണ്, ഒരു സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഞാൻ എപ്പോഴും അവൈലബിൾ ആയിരിക്കും, നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. സോ ഈ അറ്റംപ്റ്റിൽ December 2024 CMA എക്സാംസിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ടെൻഷനൊന്നും വേണ്ട. ഓക്കെയാണ്, നമുക്ക് എല്ലാവർക്കും എല്ലാം ഓക്കെയാണ്. നമ്മുടെ പ്രിപ്പറേഷൻ സഫീഷ്യൻ്റ് ആണെന്നുള്ള രീതിക്ക് തന്നെ മുന്നോട്ട് പോവുക, പഠിച്ചാൽ മാത്രമേ ഓക്കെ ആവത്തുള്ളൂ. ഓക്കെ, അങ്ങനെ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്, നന്നായിട്ട് പഠിക്കാം.